വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ലോക്സഭാ മണ്ഡല പുനഃക്രമീകരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കൂടി അവതരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധിക്കുകയാണ്. വനിതാ സംവരണ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുന്നില്ല എന്ന് പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിൽ അസന്ദിഗ്ധമായി പറഞ്ഞു. പക്ഷേ ഡീലിമിറ്റേഷൻ ഫെഡറൽ തത്വങ്ങളുടെയും ജനാധിപത്യ മര്യാദകളുടെയും ലംഘനമാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. തൗഫീഖ് അസ്ലം വിവരം നൽകും. തൗഫീഖ്, ഇപ്പോൾ എന്താണ് നടക്കുന്നത് സഭയിൽ? ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ഈ വോട്ടെടുപ്പിൽ 207 പേർ ഈ ബില്ല് അവതരിപ്പിക്കാനായിട്ട് ഇപ്പോൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. 126 പേർ മാത്രമാണ് ഇപ്പോൾ എതിർത്തിരിക്കുന്നത്. ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ചായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. അതിലിപ്പോൾ 207 പേർ അനുകൂലിക്കുകയും 126 പേർ അതിനെ എതിർക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ ബില്ല് അവതരണത്തിലേക്ക് കടക്കുകയാണ്. സ്പീക്കർ ഇപ്പോൾ ചെയറിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നിയമമന്ത്രി ഈ വനിതാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാനായിട്ട് തുടങ്ങുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ വോട്ടെടുപ്പിൽ നിന്നും പ്രതിപക്ഷം പിന്മാറണമെന്ന്, അല്ലെങ്കിൽ വോട്ടെടുപ്പിലേക്ക് കടക്കരുത് എന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതിപക്ഷം അത് അംഗീകരിച്ചില്ല. വോട്ടെടുപ്പ് വേണം, അതിനുശേഷം മാത്രമേ ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലപാടായിരുന്നു പ്രതിപക്ഷം എടുത്തത്. ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ തുടർന്നായിരുന്നു വോട്ടിംഗിലേക്ക് കടക്കാമെന്ന് സ്പീക്കർ അറിയിക്കുകയും തുടർന്ന് വോട്ടെടുപ്പ് നടത്തുകയുമായിരുന്നു. ആ വോട്ടെടുപ്പിലാണ് 207 പേർ അനുകൂലിക്കുകയും 126 പേർ ബില്ലിനെ എതിർക്കുകയുമായിരുന്നു. കൂടുതൽ ആളുകൾ ബില്ല് അവതരണത്തിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തതിനാൽ ഇപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബില്ല് അവതരണത്തിലേക്ക് കടക്കുകയാണ്. ഈ ബില്ല് ടേബിളിൽ വെച്ച സമയം മുതൽ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുകൊണ്ട് ഉയർന്നിരുന്നു. കാരണം ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഫെഡറൽ തത്വങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാകുന്ന എന്നുള്ള വിമർശനമായിരുന്നു ആദ്യം KC വേണുഗോപാൽ ഈ ബില്ലിനെതിരെ പ്രതിഷേധം ഉയർത്തിയത്. എന്നാൽ ആ സമയത്ത് കിരൺ റിജിജുവും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ KC വേണുഗോപാലിന് മറുപടിയുമായി രംഗത്തെത്തുകയായിരുന്നു. ബില്ല് അവതരണത്തിന് ശേഷം സംസാരിക്കാൻ സമയം അനുവദിക്കുക, അല്ലെങ്കിൽ അതിനുശേഷം ചർച്ചയിലേക്ക് കടക്കാമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായും കിരൺ റിജിജുവും സഭയെ അറിയിച്ചത്. ഈ വനിതാ സംവരണം എന്തുകൊണ്ടാണ് 2024 നടപ്പാക്കാതിരുന്നത്, 2024 തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാതിരുന്നെന്നുള്ള ചോദ്യം KC വേണുഗോപാൽ സഭയിൽ ചോദിക്കുകയുണ്ടായി. ബില്ല് അവതരണത്തിന് ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് വേണമെങ്കിൽ അതിന്റെ ടെക്നിക്കാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബില്ല് അവതരണത്തിന് ശേഷം ചർച്ച ചെയ്യാമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകിയത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് രാജ്യത്തിന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി KC വേണുഗോപാൽ സഭയെ പറയുകയുണ്ടായി. തുടർന്ന് സമാജ്വാദി പാർട്ടി MP ആയിരുന്നു ഈ കാര്യത്തിൽ വീണ്ടും സംസാരിക്കാനായിട്ട് രംഗത്തെത്തിയത്. 3 ബില്ലുകളെയും എതിർക്കുന്നുവെന്ന് സമാജ്വാദി പാർട്ടി അംഗം സഭയെ അറിയിക്കുകയുണ്ടായി. ഭരണഘടനയ്ക്കെതിരാണ് ഈ ബില്ല്, അതുകൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കുന്നുവെന്ന് സമാജ്വാദി പാർട്ടിയും സഭയെ അറിയിച്ചു. പിന്നീട് അസദുദ്ദീൻ ഒവൈസിയും K രാധാകൃഷ്ണൻ MPയും പിന്നീട് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ MPമാർ ഈ സംസാരത്തിനായി എഴുന്നേൽക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ വനിതാ ബില്ലിനെ എതിർക്കുകയാണ് പൂർണ്ണമായി ചെയ്തത്. പ്രത്യേകിച്ച് ബില്ല് എന്നതിനപ്പുറത്തേക്ക് ഈ ബില്ലിന്റെ ഭാഗമായിട്ട് വരുന്ന മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയാണ് പ്രതിപക്ഷം പൂർണ്ണമായും എതിർത്തത്. അതല്ലാതെ വനിതാ ബില്ല് തങ്ങൾക്ക് ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. ഇതിന്റെ മറവിൽ ഈ സംവരണം നടപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ മണ്ഡല പുനഃക്രമീകരണം നടത്തുകയും ലോക്സഭാ സീറ്റുകളുടെയും നിയമസഭാ സീറ്റുകളുടെയും എല്ലാം എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ എതിർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ചർച്ച നടക്കുകയാണ്. ഈ ബില്ലിന് 3 ദിവസമായിരിക്കും ഇതിൽ തുടർച്ചയായിട്ടുള്ള ചർച്ചകൾ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 3 മണിക്ക് ലോക്സഭയിൽ സംസാരിക്കുമെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഈ മതാടിസ്ഥാനത്തിലുള്ള ഒരു സംവരണം ആവശ്യമാണ് എന്ന് സമാജ്വാദി പാർട്ടി MP സഭയെ അറിയിക്കുകയുണ്ടായി. ലോക്സഭയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ്. വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം ഭരണപക്ഷത്തിലാണ് എന്നുള്ളത് അറിയാം.